Assalamualaikum, welcome to delicious recipes at. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പൊടിയൊന്നും നനച്ചിട്ടല്ല ഈ പുട്ടുണ്ടാക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും ഇതിൻ്റെ മയം ഒട്ടും തന്നെ നഷ്ടപ്പെടില്ല. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലുള്ള പുട്ടായിരിക്കും ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് മട്ടരിയാണ്, അല്ലെങ്കിൽ കുത്തരി, പുഴുക്കലരി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് എന്തായാലും ഒരു നന്നായിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് രാത്രി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് രാവിലത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂർ എന്തായാലും കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് കഴുകി വെള്ളം ഒന്ന് മാറ്റിയെടുക്കുക, അത്ര മതി. എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു ഈർപ്പമുണ്ട്, അപ്പോൾ ആ ഒരു ഈർപ്പം നമുക്ക് വേണം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ മാവ് നമ്മൾ നനച്ച് കഴിയുമ്പോൾ നമ്മളത് ശരിയായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമ്മൾ കയ്യിലിങ്ങനെ ഒന്ന് പിടിച്ചു നോക്കും. അപ്പം പിടിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു ഉരുളയായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുണ്ട്. പിന്നെ തിരിച്ചിടുമ്പോഴായാലും നമുക്ക് അതേമാതിരി തന്നെ തിരിച്ചിടാനും പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി പുട്ടുകുറ്റിയും അല്ലെങ്കിൽ മോൾഡൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നതെന്നുള്ളതും കൂടെ കാണണ്ടേ. അപ്പോൾ നമ്മൾ അതും കൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൽ ഒരു ട്രിപ്പ് നമുക്ക് പുട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മോൾഡ് ഇല്ലാതെ പുട്ടുണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പുട്ടിൻ്റെ നനച്ച മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മോൾഡ് ഇല്ലാതെ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു സ്റ്റീമർ ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഷേപ്പ് എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൗള് ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള ഏതെങ്കിലും നല്ലൊരു ചെറിയൊരു ഷേപ്പിലുള്ളൊരു പാത്രം അല്ലെങ്കിൽ നല്ലൊരു ഗ്ലാസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ മാവ് എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക മോൾ ഭാഗം. എന്നിട്ട് ഇതുപോലെ ഇതിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അതെൻ്റെ ഉണ്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബൗളിൻ്റെ അതേ ഷേപ്പിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും നമുക്ക് കണ്ടോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരെണ്ണം കൂടെ ഞാൻ വെക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീമറിലേക്ക് ഇതും ആവി കയറ്റാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്നും സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ചിരട്ടപ്പുട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചരി വെച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ശരിയാവില്ല, പക്ഷെ അത് ശരിയാവും. നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഏതായാലും നമ്മുടെ മട്ടേരി വെച്ചിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെയുള്ള പുട്ടാണ്, നല്ല സോഫ്റ്റാണ്. വൈകുന്നേരം ആയാലും അത് കഴിഞ്ഞിട്ട് ഇരുന്നാലും ഇതിൻ്റെ ആ ഒരു മയം പോത്തില്ല എന്നുള്ളതാണ്. നല്ല സോഫ്റ്റാണ് ഈ പുട്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.